നമസ്കാരം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മള് കഴിഞ്ഞ ദിവസം അയണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ടോപ്പിക്കാണ്. ആസിഡുകളെയും ബേസുകളെയും പറ്റി പല ശാസ്ത്രജ്ഞര് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആസിഡ്, എന്താണ് ബേസ് എന്നതിന് പല സയന്റിസ്റ്റുകൾ പല ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻസ് എന്താണ് എന്നും ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്താണെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കയറാം. ആദ്യമായിട്ട് ആസിഡുകളെയും ബേസുകളെയും പറ്റി ഒരു 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 ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ തന്ന ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറീനിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അറീനിയസ്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഈ കൺസെപ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് ആസിഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+നെ ഡൊണേറ്റ് ചെയ്യുന്ന വസ്തുക്കളെയാണ് ആസിഡുകൾ എന്ന് വിളിച്ചത്. ഫോർ എക്സാമ്പിൾ HCl എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്. അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതിനെ HCl ആസിഡ് എന്ന് വിളിച്ചേ? HCl നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് HCl എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? H+ഉം Cl- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ നോക്കിയേ, വാട്ടറിൽ ഡിസോൾവ് ചെയ്തപ്പോൾ HCl H+നെ ഡൊണേറ്റ് ചെയ്തു. സോ HCl എന്ന് പറയുന്നത് നല്ലൊരു ആസിഡ് ആണ് എന്ന് അറീനിയസ് പറഞ്ഞു. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. H2SO4 നിങ്ങൾക്ക് പരിചിതമാണ് ഈ ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ഇതിനെയാണ് ഞാൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ അത് എന്തൊക്കെയായിട്ട് മാറും? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ 2 H+ഉം SO4 2- ആയിട്ട് മാറും. ഇവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ 2 H+നെ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. സോ H2SO4ഉം ഒരു ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് ഫോർമുല എന്താ? HNO3. അതിനെ നിങ്ങൾ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതെന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? H+ഉം NO3- മാറും. ഫോസ്ഫോറിക് ആസിഡ് H3PO4, അതിനെയാണ് നിങ്ങൾ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യിക്കുന്നതെങ്കിൽ അതെന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 3 H+ഉം PO4 3- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ ആസിഡുകളെല്ലാം വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+കൾ അഥവാ പ്രോട്ടോണുകളെ റിലീസ് ചെയ്യുന്നു എന്നാണ്. അതിൽ നിന്ന് അറീനിയസ് ഡെഫിനിഷൻ പറഞ്ഞു. അറീനിയസ് ആസിഡ്സ് ആർ ദോസ് ആസിഡ്സ് which release protons or H+ ions when dissolved in water or present in its own aqueous solution. Aqueous solution. എന്താണ് aqueous solution എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചുണ്ടാക്കുന്ന സൊല്യൂഷനുകളെ വിളിക്കുന്ന പേരാണ് aqueous solution. വാട്ടർ സോൾവെന്റ് ആയിട്ട് വരുമ്പോൾ ഉള്ള സൊല്യൂഷനുകളെ വിളിക്കുന്ന പേരാണ് aqueous solution. അപ്പൊ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുന്നു എന്ന് പറയുന്നതിന് പകരം aqueous സൊല്യൂഷനുകൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ വേറൊരു ഡെഫിനിഷനും അറീനിയസ് പറഞ്ഞു. HCl എന്ന് പറയുന്ന വസ്തു വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ ഡൊണേറ്റ് ചെയ്യും. ഈ H+ വാട്ടറിലെ H2O മോളിക്യൂളുകളുമായി ചേർന്ന് എന്തായി പോകൂടെ? H3O+ അയോണുകളായി മാറും. H3O+ അയോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോണിയം അയോണുകൾ. എന്നിട്ട് അറീനിയസ് പറഞ്ഞു ഏതൊരു ആസിഡും വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ആ H+ ഫ്രീ ആയിട്ട് വാട്ടർ മീഡിയത്തിൽ കാണില്ല. ആ H+ വാട്ടർ മോളിക്യൂളുകളുമായി ചേർന്ന് എന്തായി മാറാം? ഹൈഡ്രോണിയം അയോണുകളായി മാറാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് which increase hydronium ion concentration of solution. ഒരു സൊല്യൂഷനിലെ ഹൈഡ്രോണിയം അയോണുകളുടെ അളവിനെ ഇൻക്രീസ് ചെയ്യുന്ന വസ്തുക്കളെയും നമുക്ക് അറീനിയസ് ആസിഡ് എന്ന് വിളിക്കാം. അറീനിയസ് ഇതുപോലെ ഒരു ഡെഫിനിഷൻ ബേസുകൾക്കും കൊടുത്തിട്ടുണ്ട്. എന്താ ബേസിന് കൊടുത്ത ഡെഫിനിഷൻ? ഇപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ് അല്ലേ? ഈ സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ വാട്ടറിലേക്ക് ഇട്ട് നോക്കിയേ, അത് എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? Na+ഉം OH- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ എന്താ റിലീസ് ചെയ്തേ? OH- അയോൺ റിലീസ് ചെയ്തില്ലേ? OH- അയോൺ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോക്സിൽ അയോൺ ഓർ ഹൈഡ്രോക്സൈഡ് അയോൺ എന്ന് വിളിക്കും.
അപ്പോൾ ഹൈഡ്രോക്സിൽ അയോണിനെ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോണിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന വസ്തുക്കളെ നമുക്ക് അറീനിയസ് ബേസുകൾ എന്ന് വിളിക്കാം. സോ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് അറീനിയസ് ബേസ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ്. കാരണം എന്ത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് Ca2+ഉം 2 OH- ബ്രേക്കപ്പ് ചെയ്യും. അതായത് ഇവിടെ 2 OH- അയോണുകളെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് റിലീസ് ചെയ്തു. സോ കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഒരു അറീനിയസ് ബേസ് ആണ് എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഫോർമുല AlOH3. അതിനെ നമ്മൾ വാട്ടറിലേക്ക് ഇടുകയാണെങ്കിൽ അതും എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് ഡിസോസിയേറ്റ് ചെയ്ത് മുറിഞ്ഞ് വേർതിരിഞ്ഞ് Al3+, 3 OH- അയോണുകളുമായി മാറും. ഇവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് OH- അയോണുകളെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്തു. സോ അലുമിനിയം ഹൈഡ്രോക്സൈഡും എന്താണ്? നല്ലൊരു ബേസ് ആണ്. നല്ലൊരു ബേസ് എന്ന് പറയാൻ പറ്റില്ല, ബേസ് ആണ്. എന്ത് ബേസ് ആണ്? അറീനിയസ് ബേസ് ആണ്. എന്നിട്ട് അറീനിയസ് പറഞ്ഞു, ഏതൊരു വസ്തുവാണോ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ വാട്ടറിൽ ലയിപ്പിക്കുമ്പോൾ OH- അയോണുകളെ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയോണുകളെ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളെ റിലീസ് ചെയ്യുന്നത്, ആ വസ്തു എന്ന് പറയുന്നത് അറീനിയസ് ബേസ് ആയിരിക്കും. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഇതിന് ഈ ഒരു തിയറിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്താ ലിമിറ്റേഷൻസ്? ഒന്നാമത്തെ കുഴപ്പം, അറീനിയസ് പറഞ്ഞത് H+ അയോണുകളെ റിലീസ് ചെയ്യുന്ന വസ്തുക്കളാണ് അസിഡിക് സ്വഭാവം കാണിക്കുന്നത് എന്നാണ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ്, SiO2, തുടങ്ങിയ ഓക്സൈഡുകൾ, SO2, SO3 തുടങ്ങിയ ഓക്സൈഡുകൾ, ഈ എല്ലാ ഓക്സിജൻ അടങ്ങിയ കോമ്പൗണ്ടുകളെ ഓക്സൈഡ് എന്നാണ് വിളിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, സിലിക്കൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, സൾഫർ ട്രൈ ഓക്സൈഡ്, ഇതിലെല്ലാം അസിഡിക് സ്വഭാവമാണ്. പക്ഷെ ഇതിലൊന്നും തന്നെ എന്തില്ല? H+ ഇല്ല. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പറയാനായിട്ട് അറീനിയസിന് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ലിമിറ്റേഷൻ, അറീനിയസിന്റെ കൺസെപ്റ്റിന്റെ രണ്ടാമത്തെ ലിമിറ്റേഷൻ ഇതാണ്. Na2O സോഡിയം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ് CaO, അതേപോലെ തന്നെ പൊട്ടാസ്യം ഓക്സൈഡ് K2O തുടങ്ങിയ കോമ്പൗണ്ടുകൾ, തുടങ്ങിയ ഓക്സൈഡുകളിൽ ഒന്നിലും OH- അയോണുകൾ ഇല്ല. പക്ഷേ ഇതെല്ലാം ബേസിക് സ്വഭാവം കാണിക്കുന്ന കോമ്പൗണ്ടുകളാണ്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പറയുവാനും ആർക്ക് സാധിച്ചിട്ടില്ല? അറീനിയസിന് സാധിച്ചിട്ടില്ല. സോ അറീനിയസ് failed to explain the basic nature of sodium oxide, calcium oxide, potassium oxide, which do not containing any OH- ion in their formula. മൂന്നാമത്തെ ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞു, വാട്ടറിൽ, അറീനിയസ് എന്താ പറഞ്ഞേ? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ H3O+ റിലീസ് ചെയ്യുന്ന വസ്തുക്കളെയാണ് ആസിഡ് എന്ന് വിളിച്ചത്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH- അയോണുകളെ റിലീസ് ചെയ്യുന്ന വസ്തുക്കളെയാണ് എന്തെന്ന് വിളിച്ചത്? ബേസുകൾ എന്ന് വിളിച്ചത്. വേറെ എന്തെങ്കിലും വസ്തുവിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ആര് പറഞ്ഞു തരുന്നില്ല? അറീനിയസ് പറഞ്ഞു തരുന്നില്ല. അപ്പൊ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതിനെ പറ്റി മാത്രമേ ആര് സംസാരിച്ചിട്ടുള്ളൂ? അറീനിയസ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് വഴി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പറയാം, മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്താണ്? ഹി ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ഇങ്ങനെ പറയാം, ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ എന്ന് പറയണ്ട, ഹി ഓൺലി എക്സ്പ്ലെയിൻഡ് ഇൻ റിയാക്ഷൻസ് പ്രസന്റ് ഇൻ ദ റിയാക്ഷൻ ഒക്കറിംഗ് ഇൻ ദ അക്വസ് മീഡിയ. അക്വസ് മീഡിയയിൽ വാട്ടർ സോൾവെന്റ് ആയിട്ട് വരുമ്പോഴുള്ള റിയാക്ഷനുകളെ പറ്റി മാത്രമേ ആര് സംസാരിച്ചിരുന്നുള്ളൂ? അറീനിയസ് സംസാരിച്ചിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്, ഇപ്പൊ 3 ലിമിറ്റേഷൻസ് ഞാൻ പറഞ്ഞോളൂ, ഇനിയുണ്ട് ഒരുപാട്. അപ്പൊ ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അറീനിയസിന്റെ കൺസെപ്റ്റുകൾ എന്തായടെ? ഫെയില്യൂർ ആയി. ഒരു കൺസെപ്റ്റ് ഫെയില്യൂർ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത സയന്റിസ്റ്റ് വരത്തില്ലേടെ? അടുത്ത കൺസെപ്റ്റ് പറയുന്നതിന് മുൻപ് ഈ തിയറിയിൽ നിന്ന് വേറെ ചില കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അറീനിയസിന്റെ ഈ തിയറിയിൽ നിന്ന് വേറെ ചില കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഏതെങ്കിലും ഒരു വസ്തു കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു ബേസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോയി ഒരുപാട് OH- അയോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുവെങ്കിൽ അത് സ്ട്രോങ് ബേസ് ആയിട്ടുണ്ട് എന്ന് അറീനിയസ് പറഞ്ഞു. അത് കറക്റ്റ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഇതെല്ലാം സ്ട്രോങ് ബേസുകളാണ്. എന്തുകൊണ്ടാണ് ഇത് സ്ട്രോങ് ബേസ് ആയ? കാരണം ഇത് വാട്ടർ മീഡിയത്തിൽ വരുമ്പോൾ ഫുൾ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് Na+ഉം OH- ആയി മാറും.
അതായത് ഒരു 100 NaOH മോളിക്യൂളുകൾ ഉണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് 100 Na പ്ലസ് 100 OH മൈനസും ആയിട്ട് മാറും. കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് സ്ട്രോങ് ബേസ് എന്ന് വിളിച്ചത്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അതുപോലെ തന്നെയാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ എത്ര മോളിക്യൂളുകൾ ഉണ്ടോ അത് വാട്ടർ മീഡിയത്തിൽ വരുമ്പോൾ ഫുൾ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് K പ്ലസും OH മൈനസ് അയണുകളുമായി സ്പ്ലിറ്റ് ചെയ്യും. വീക്ക് ബേസുകളെ പറ്റിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വീക്ക് ബേസുകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. വീക്ക് ബേസുകളെ പറ്റി എന്താ പറഞ്ഞേ? ഏതെങ്കിലും ഒരു വസ്തുവിനെ വീക്ക് ബേസ് എന്ന് വിളിക്കണമെങ്കിൽ ആ വസ്തു കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ മീഡിയത്തിൽ ഡിസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ആയിരുന്നു. അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? NH4 പ്ലസ് അമോണിയം അയോണും OH മൈനസ് ഹൈഡ്രോക്സിൽ അയോണുമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു 100 NH4OH മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ 100 എണ്ണവും ഡിസോസിയേറ്റ് ചെയ്യത്തില്ല. ഒരു 5ഓ 10ഓ മോളിക്യൂളുകൾ മാത്രമേ എന്തായിട്ട് മാറത്തുള്ളൂ? NH4 പ്ലസും OH മൈനസും ആയി മാറത്തുള്ളൂ. അതായത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഇല്ല എങ്കിൽ ആ വസ്തുക്കൾ എന്ന് പറയുന്നത് എന്താണ്? വീക്ക് ബേസുകളാണ്. ഇതേപോലെ നമുക്ക് സ്ട്രോങ് ആസിഡുകളും പറയാം, സ്ട്രോങ് വീക്ക് ആസിഡുകളും പറയാം. സ്ട്രോങ് ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് H+ അയോണുകൾ റിലീസ് ചെയ്യുന്ന വസ്തുക്കളെയാണ് സ്ട്രോങ് ആസിഡ് എന്ന് വിളിച്ചത്. ഫോർ എക്സാമ്പിൾ HCl വാട്ടറിലേക്ക് ഇട്ടാൽ എത്ര HCl മോളിക്യൂൾ ഉണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് H+Cl- അയോണുകളായി മാറും. H2SO4 സൾഫ്യൂരിക് ആസിഡ് വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് 2H+ഉം SO4 2- അയോണുകളുമായി ബ്രേക്കപ്പ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ഒരു ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നെങ്കിൽ ദാറ്റ് വിൽ ബി എ സ്ട്രോങ് ആസിഡ്. അപ്പോൾ എന്തായിരിക്കും വീക്ക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? വീക്ക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്ത് പോകത്തില്ല? ഡിസോസിയേറ്റ് ചെയ്ത് പോകത്തില്ല. ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് CH3COOH വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ CH3CO- ഉം H+ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പക്ഷെ ഇത് ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യൂ? ഇല്ല. ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്തില്ല. ഇപ്പൊ ഒരു 1000 മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഒരു 100 മോളിക്യൂളോ മറ്റോ CH3CO- H+ ആകത്തുള്ളൂ. ബാക്കി 900 മോളിക്യൂളുകളും CH3COOH ആയിട്ട് തന്നെ നിൽക്കും. ഡിസോസിയേറ്റ് ചെയ്യാതെ തന്നെ നിൽക്കും. അപ്പൊ ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നില്ല എങ്കിൽ ദാറ്റ് വിൽ ബി കാൾഡ് വീക്ക് ആസിഡ്. ഇത്രയും ക്ലിയർ ആയി എന്നാണ് വിശ്വാസം. പിന്നീട് അറീനിയസ് ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഒരു H+നെ റിലീസ് ചെയ്യുന്നതിനെ, ഒരു H+ അയോണിനെ റിലീസ് ചെയ്യുന്നതിനെ നമ്മൾ മോണോ ബേസിക് ആസിഡ് എന്ന് വിളിക്കും. മോണോ ബേസിക് ആസിഡ് ഫോർ എക്സാമ്പിൾ HCl, HNO3 ഇതെല്ലാം റിയാക്ഷന് പങ്കെടുക്കുമ്പോൾ ഒരു H-നെ അല്ലേ റിലീസ് ചെയ്യുന്നത്. സോ ആ ആസിഡിനെ മോണോ ബേസിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി രണ്ട് H+നെ വാട്ടർ മീഡിയത്തിൽ റിലീസ് ചെയ്യുന്ന മോളിക്യൂളുകൾ അല്ലെങ്കിൽ ആസിഡ് മോളിക്യൂളുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈബേസിക് ആസിഡ്. ഡൈബേസിക് ആസിഡ് ഡൈബേസിക് ആസിഡ് എന്ന് പറയുന്നത് ഏതൊക്കെ വരും ഇവിടെ? H2SO4 സൾഫ്യൂരിക് ആസിഡ്, H2CO3 കാർബോണിക് ആസിഡ്. സോഡയിലൊക്കെ ഉള്ള ആസിഡ് ആണ് എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി 2ൽ കൂടുതൽ H+ റിലീസ് ചെയ്യുന്ന വസ്തുക്കളുണ്ട്. 3 H+ റിലീസ് ചെയ്യുന്ന ആസിഡ് ഉണ്ട്. അത് ട്രൈബേസിക് ആസിഡ് ആയിരിക്കും അല്ലേ? എക്സാമ്പിൾ ഫോസ്ഫോറിക് ആസിഡ് H3PO4 അല്ലേ? ട്രൈബേസിക് ആസിഡ് 2ൽ കൂടുതൽ H+കളെ റിലീസ് ചെയ്യുന്നതിനെ നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്നത് പോളിബേസിക് ആസിഡ് എന്നാണ്. പോളിബേസിക് ആസിഡ്സ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ടേമുകളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? അറീനിയസിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിന് ഒരുപാട് എന്തുണ്ടായിരുന്നേ? ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കൺസെപ്റ്റ് ഫെയിലിയർ ആവുന്ന സമയത്ത് അതിനെ പരിഹരിക്കാൻ വേണ്ടി പുതിയൊരു കൺസെപ്റ്റ് വരും അല്ലെ? ഇവിടെ വന്ന കൺസെപ്റ്റ് ആണ് ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്. ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്. ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് എന്താ പറയുന്നത്? ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് പറയുന്നത് എങ്ങനെയാണ്? ആസിഡുകൾ എന്ന് പറയുന്നത് H+ ഡോണറുകളാണ്. H+നെ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ കളയുന്ന വസ്തുക്കളെ ആസിഡ് എന്ന് വിളിക്കും. അത് ഏത് റിയാക്ഷൻ ആണെങ്കിലും H+ ഡോണേഴ്സ് ആണെങ്കിൽ അത് ആസിഡ് ആണ്. ഇനി ബേസുകൾ എന്ന് വെച്ചാൽ എന്താ? H+ അക്സെപ്റ്റേഴ്സിനെ വിളിച്ച പേരാണ് ബേസുകൾ. H+ ഏതെങ്കിലും റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു മോളിക്യൂൾ H+നെ വാങ്ങിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അതെന്തായിരിക്കും? ബേസ് ആയിരിക്കും. അപ്പൊ ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് ക്ലിയർ ആണ്. H+ donors are called acid and H+ acceptors are called bases. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോ HCl എന്ന് പറയുന്ന വസ്തുവിനെ വാട്ടറിലേക്ക് ഇടണം. അപ്പോൾ HCl വാട്ടർ മോളിക്യൂളുകളുമായി പ്രവർത്തിക്കും. എന്തോ സംഭവിക്കും നോക്കാം. HCl സ്പ്ലിറ്റ് ചെയ്ത് H+ഉം Cl- മാറും. ഈ H+ H2O കൂടെ ചേരും. H+ഉം H2O കൂടെ ചേർന്നാൽ എന്താവും? H3O+ ആവും. പിന്നെ ആരും ഉണ്ട് ബാക്കി? Cl- ഉണ്ട്.
HCl H2യുമായി പ്രവർത്തിക്കുമ്പോൾ H+ഉം Cl- ഉം ആവുന്നു. ഈ H+ H2യുടെ കൂടെ ചേർന്ന് H3O+ ആവുന്നു. ബാക്കി ആരുണ്ട്? Cl- ഉണ്ട്. H3O+ അയണുകളുടെ പേരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. എന്താണ്? ഹൈഡ്രോണിയം അയോൺ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും HCl ആണ് ഇവിടെ H+നെ കൊടുക്കുന്നത്. ആ H+നെ വാങ്ങിക്കുന്നത് വാട്ടർ ആണ്. സോ HCl എന്ന് പറയുന്നത് ഇവിടത്തെ എന്താണ്? ആസിഡ് ആണ്. H2 എന്ന് പറയുന്നത് ഇവിടത്തെ എന്താണ്? ബേസ് ആണ്. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, H2O ന്യൂട്രൽ അല്ലേ? അല്ല, അതിലേക്ക് വരാം. അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ HCl ഇവിടെ വാട്ടറിലേക്ക് H+ കൊടുക്കുന്നു. സോ HCl ഇവിടെ ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. H2O ഇവിടെ H+നെ വാങ്ങിക്കുന്നു. സോ H2O ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അമോണിയയെ നിങ്ങൾ വാട്ടറിലേക്ക് ഇടുന്നു വിചാരിക്കുക. അമോണിയയെ വാട്ടർ മോളിക്യൂളുകൾ വാട്ടറിലേക്ക് ഇടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അമോണിയ വാട്ടറിലെ വാട്ടർ മോളിക്യൂളുകളുമായി റിയാക്ട് ചെയ്യാം. ഇവിടെ H2O സ്പ്ലിറ്റ് ചെയ്ത് H+OH- ആവും. ഈ H+നെ NH3 വാങ്ങിക്കുന്നു എന്ന് കരുതുക. NH3 H+നെ വാങ്ങിച്ചാൽ എന്താവും? NH4+ ആവും. ബാക്കി ആരും ഉണ്ട്? OH- അയണുകളും ഉണ്ട്. ക്ലിയർ അല്ലേ? NH4+ നമ്മൾ വിളിക്കുന്ന പേരാണ് അമോണിയം അയോൺ. ഇവിടെ H+ കളഞ്ഞത് ആരാണ്? വാട്ടർ ആണ് അല്ലെ? ആ H+നെ വാങ്ങിച്ചത് ആരാണ്? NH3 ആണ്. അപ്പൊ വാട്ടർ ആണ് ഇവിടെ H+നെ കളഞ്ഞത് എന്നുള്ളത് കൊണ്ട് വാട്ടർ ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ആസിഡ് ആയിട്ടും. അമോണിയ ഇവിടെ എന്തായിട്ടും ആക്ട് ചെയ്യുന്നു? ബേസ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. പിന്നെ ഒരു സംശയം, വാട്ടർ നേരത്തെ എഴുതി ബേസ് എന്ന്, വാട്ടർ ഇപ്പൊ എഴുതുന്നു ആസിഡ് എന്ന്. വാട്ടർ ന്യൂട്രൽ അല്ലേ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരും. വാട്ടർ ന്യൂട്രൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ചില റിയാക്ഷനുകളിൽ വാട്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. മറ്റ് ചില റിയാക്ഷനുകളിൽ വാട്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. വാട്ടറിന്റെ സ്വഭാവം എന്ത് തന്നെയാണ്? ന്യൂട്രൽ തന്നെയാണ്. പക്ഷെ ഏതുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്ത് വാട്ടറിന് ചെറിയ അസിഡിക് സ്വഭാവവും ചെറിയ ബേസിക് സ്വഭാവവും ഉണ്ട്. അതിലേക്ക് ഞാൻ വരികയാണ്. ഏതെങ്കിലും ഒരു വസ്തു അസിഡിക് സ്വഭാവവും ബേസിക് സ്വഭാവവും ഒരുപോലെ കാണിക്കുകയാണെങ്കിൽ, കാണിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത്തരം വസ്തുക്കളെ നമുക്ക് ആംഫോട്ടറിക് സബ്സ്റ്റൻസുകൾ എന്ന് വിളിക്കാം. ആംഫോട്ടറിക് സബ്സ്റ്റൻസുകൾ എന്ന് വിളിക്കാം. Amphoteric substances are those substances which shows both acidic as well as basic character. അസിഡിക് സ്വഭാവവും ബേസിക് സ്വഭാവവും കാണിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ആംഫോട്ടറിക് സബ്സ്റ്റൻസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് പിന്നെയും വരും, വാട്ടർ മാത്രമേ ഉള്ളൂ ആംഫോട്ടറിക്? അല്ല, വാട്ടർ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. അമോണിയ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ HCO3- ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. H2PO4- ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. HPO4(2-) ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. HSO4- ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. ഇങ്ങനെ ഇഷ്ടം പോലെ മോളിക്യൂളുകൾ നിങ്ങൾക്ക് എന്തായിട്ട് എഴുതാൻ കഴിയും. എല്ലാ വസ്തുക്കളും ആംഫോട്ടറിക് ഒന്നും അല്ല കേട്ടോ. കുറെ അധികം മോളിക്യൂളുകൾ നിങ്ങൾക്ക് എന്തായിട്ട് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ കഴിയും? ആംഫോട്ടറിക് സബ്സ്റ്റൻസുകളായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ നിങ്ങളെ കൺസെപ്റ്റ് ഓർത്തോളുക. H+ donors are called acid, H+ acceptors are called bases. ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. HCl നിന്ന് ഇവിടെ ഉണ്ടാവുന്നത് ആരാ? HCl നിന്നുണ്ടാവുന്നത് Cl- അല്ലേ? H2O നിന്നുണ്ടാവുന്നതാണ് H3O+. HCl നിന്നുണ്ടാവുന്നത് റിയാക്ഷനിൽ പങ്കെടുത്ത് HCl നിന്നുണ്ടാവുന്ന Cl- അല്ലെ? HCl ആസിഡ് ആണ്. HCl ആസിഡ് ആണെങ്കിൽ HCl നിന്നുണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് കോഞ്ചുഗേറ്റ് ബേസ് ഓഫ് ആസിഡ് HCl. ആസിഡിൽ നിന്നുണ്ടാവുന്ന വസ്തുക്കളെ, ആസിഡ് H+ കളഞ്ഞുണ്ടാവുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോഞ്ചുഗേറ്റ് ബേസ് എന്ന് വിളിക്കുന്നത്. HCl ആസിഡ് ആണ്. HCl നിന്ന് H പോകുമ്പോൾ ഉണ്ടാവുന്ന ആരാണ്? Cl- ആണ്. സോ അത് എന്തായിരിക്കും? കോഞ്ചുഗേറ്റ് ബേസ് ഓഫ് ആസിഡ് HCl ആയിരിക്കും. അതുപോലെ നമുക്ക് അടുത്തതും പറയാം. ഇവിടെ വാട്ടർ ബേസ് അല്ലേ? വാട്ടറിൽ നിന്നുണ്ടാവുന്നത് ആരാണ്? H2O നിന്നുണ്ടാവുന്ന ആരാണ്? H3O+, അല്ലെ? ബേസിൽ നിന്നുണ്ടാവുന്ന H3O+ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കോഞ്ചുഗേറ്റ് ആസിഡ് ഓഫ് ബേസ് H2O. പറയാൻ ഉദ്ദേശിച്ച കൺസെപ്റ്റ് ഇത്ര മാത്രം. ആസിഡിൽ നിന്ന് H പോയി ഉണ്ടാവുന്ന വസ്തുവിനെ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് വിളിക്കും. ബേസ് H വാങ്ങിച്ചുണ്ടാവുന്ന പുതിയ വസ്തുവിനെ നിങ്ങൾ എന്തെന്ന് വിളിക്കും? കോഞ്ചുഗേറ്റ് ആസിഡ് എന്ന് വിളിക്കും. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ബേസ് അമോണിയ. ബേസ് അമോണിയയിൽ നിന്നുണ്ടാവുന്ന ആരാണ്? NH4+ ആണ്. സോ NH4+ എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? ഇവിടെ കോഞ്ചുഗേറ്റ് ആസിഡ് ആയിരിക്കും.
അല്ലേ? വാട്ടർ ഇവിടെ ആസിഡ് അല്ലേ? വാട്ടർ ആസിഡ് ആണ്. വാട്ടറിൽ നിന്നുണ്ടാവുന്നത് ആരാണ്? OH മൈനസ്. സോ OH മൈനസ് എന്തായിരിക്കും ഇവിടെ? കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. അപ്പൊ ഒരു ആസിഡിൽ നിന്നുണ്ടാവുന്ന ആളിനെ കോൺജുഗേറ്റ് ബേസ് എന്നും ബേസിൽ നിന്നുണ്ടാവുന്ന പുതിയ വസ്തുവിനെ കോൺജുഗേറ്റ് ആസിഡ് എന്നും നമുക്ക് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൂടെ ഇവിടെ അറിയണം. നമ്മള് ഒരു കോൺജുഗേറ്റ് ഇപ്പോ കോൺജുഗേറ്റ് ആസിഡ് ബേസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, 1-2 കാര്യങ്ങളോട് ഇവിടെ പറയാനുണ്ട്. ഒരു വസ്തു സ്ട്രോങ് ആണെങ്കിൽ, അപ്പൊ HCl സ്ട്രോങ് ആണ്, അപ്പൊ HCl നിന്നുണ്ടാവുന്ന HCl എന്ന് പറയുന്ന ആസിഡ് സ്ട്രോങ് ആണ്. അപ്പൊ HCl നിന്നുണ്ടാവുന്ന കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. HCl സ്ട്രോങ് ആണെങ്കിൽ, സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ HCl നിന്നുണ്ടാവുന്ന Cl മൈനസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വീക്ക് സ്വഭാവം കാണിക്കുന്നതായിരിക്കും. അതേപോലെ ബേസ് ഇവിടെ H2O എന്ന് പറയുന്ന ബേസ് ഇവിടെ വീക്ക് ബേസ് ആണ് എങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന H3O+ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ സ്ട്രോങ് സ്വഭാവം കാണിക്കുന്നതായിരിക്കും. അപ്പൊ ബിഹേവിയർ മനസ്സിലായല്ലോ. കോൺജുഗേറ്റ് ഒരു ആസിഡിൽ നിന്നുണ്ടാവുന്ന കോൺജുഗേറ്റ് ബേസ്, ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. അതേപോലെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന കോൺജുഗേറ്റ് ആസിഡ് വീക്ക് ആയിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ ഓർക്കുക, ഒരു ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന വസ്തു വീക്ക് ആയിരിക്കും. ആസിഡ് വീക്ക് ആണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന വസ്തു എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഓരോ വസ്തുക്കളുടെയും സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഈ റിയാക്ഷനുകൾ വഴി അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് വഴി നിങ്ങൾക്ക് കഴിയും. ഇനി നമ്മൾ ഇവിടെ HCl നിന്നുണ്ടാവുന്ന ആരാണ്? Cl മൈനസ് അല്ലേ? ഞാൻ ഓരോ വസ്തുക്കൾ ഏതിൽ നിന്നാണോ ഉണ്ടാവുന്നത് അതിനെ ഞാൻ ജോഡികളാക്കി, പെയറുകളാക്കി എഴുതിയാണ്. ഇപ്പൊ HCl നിന്നുണ്ടാവുന്ന ആരാണ്? Cl മൈനസ് അല്ലേ? അപ്പോൾ HCl, Cl മൈനസ് ഞാൻ ജോഡിയാക്കി എഴുതി, പെയറാക്കി എഴുതി. H2O യിൽ നിന്നുണ്ടാവുന്ന ആളാരാണ്? H3O+. സോ H2O, H3O+. അതിനെ ഞാൻ പെയറാക്കി എഴുതി. NH3 നിന്നുണ്ടാവുന്ന ആളാരാണ്? NH4+. അതിനെ ഞാൻ ജോഡിയാക്കി NH3, NH4+. ഇനി H2O നിന്നുണ്ടാവുന്ന ആളാരാണ്? OH-. അതിനെ ഞാൻ ജോഡിയാക്കി H2O, OH-. ഈ ജോഡികളുടെ എല്ലാം പ്രത്യേകതകൾ നിങ്ങൾ നോക്കിയേ. ആദ്യത്തെ പെയറിലെ ഡിഫറൻസ് എന്താ? HCl ഉം Cl മൈനസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? HCl ൽ നിന്ന് H പോയാണ് Cl മൈനസ് ആയിരിക്കുന്നത്. H2O, H3O+ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? H2O H+ വാങ്ങിച്ചാണ് H3O+ ആയി മാറിയിരിക്കുന്നത്. NH3 യും NH4+ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? NH3 എന്ന് പറയുന്നത് H+ വാങ്ങിച്ചാണ് NH4+ ആയിരിക്കുന്നത്. H2O, OH- തമ്മിലുള്ള ഡിഫറൻസ് എന്താ? H2O ന്ന് H പോയിട്ടാണ് OH- ആയിരിക്കുന്നത്. ഇങ്ങനെ H പോയും H ആഡ് ചെയ്തും ഒക്കെ വരുന്ന ഈ പെയറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. സോ വാട്ട് യു മീൻ ബൈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, pair of acids and bases formed from each other by loss or gain of H+ ion. Pair of acids and bases formed from each other by loss or gain of H+. H+നെ കളഞ്ഞോ H+നെ വാങ്ങിച്ചോ ഉണ്ടാവുന്ന അയോണുകളെ നമ്മൾ വിളിക്കുന്ന, കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ജോഡികളായി നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളുടെ പറയാണ്, ഇപ്പൊ ഏതെങ്കിലും ഒക്കെ മോളിക്യൂൾസ് എന്നിട്ട് അതിന്റെ കോൺജുഗേറ്റ് ആസിഡും ബേസും എഴുതാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, റൈറ്റ് ഡൗൺ ദ കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് ബേസ്. കോൺജുഗേറ്റ് ആസിഡ് എഴുതണം, കോൺജുഗേറ്റ് ബേസ് എഴുതണം. ഓഫ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന സബ്സ്റ്റൻസുകളുടെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും എഴുതാൻ പറയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, HSO4 മൈനസ്, HPO4 2 മൈനസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ H2O, NH3. അപ്പൊ 4 ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓരോന്നിന്റെ എന്തൊക്കെ എഴുതണം? കോൺജുഗേറ്റ് ആസിഡ് എഴുതണം, അതേപോലെ തന്നെ ഏതും എഴുതണം, കോൺജുഗേറ്റ് ബേസും എഴുതണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ഇത്ര മാത്രം. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ സാധാരണ ആസിഡ് H+ കളയല്ലേ. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ ആഡ് H+. H+ എന്ത് ചെയ്ത് കൊടുക്കുക? ആഡ് ചെയ്ത് കൊടുക്കുക. കോൺജുഗേറ്റ് ബേസ് ആണ് എഴുതാൻ പറയണമെങ്കിൽ എന്ത് ചെയ്യുക? റിമൂവ് H+. H+നെ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. കൺസെപ്റ്റ് കിട്ടിയല്ലോ?
കൺസെപ്റ്റ് കിട്ടിയില്ലേ? ആസിഡ് എച്ച് പ്ലസ് കളയാണ്. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എച്ച് പ്ലസ് ആഡ് ചെയ്യുക. കോൺജുഗേറ്റ് ബേസ് എച്ച് പ്ലസ് എന്ത് ചെയ്യണം? വാങ്ങിക്കുകയാണ്. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് എച്ച് പ്ലസ്. ഓപ്പോസിറ്റ് ചിന്തിക്കണം എപ്പോഴും നമ്മൾ. ഇനി നമ്പർ സിസ്റ്റം കൂടെ ഓർത്ത് വെച്ചേക്കണം. 0, 1, 2, 3, 4, -1, -2, -3, -4. ഇത് എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോ കോൺജുഗേറ്റ് ആസിഡ് ആണ് എഴുതാൻ പറയണമെങ്കിൽ നിൽക്കുന്ന നമ്പറിൽ നിന്ന് നിൽക്കുന്ന ഇത് ചാർജുകളാണ്. ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കോൺജുഗേറ്റ് ആസിഡ് ആണ് എഴുതാൻ പറയുന്നതെങ്കിൽ മുകളിലോട്ട് ചിന്തിക്കണം. കോൺജുഗേറ്റ് ബേസ് ആണ് എഴുതാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ താഴോട്ട് വേണം ചിന്തിക്കാൻ. ഒന്നും മനസ്സിലായില്ലല്ലോ അല്ലേ? എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ HSO4 മൈനസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ HSO4 മൈനസ്. അതിന് എന്ത് എഴുതാൻ പറയാണ്? കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറയല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? തന്നിരിക്കുന്നതിലേക്ക് എന്ത് ആഡ് ചെയ്യുക? എച്ച് പ്ലസിന് ആഡ് ചെയ്യുക. അപ്പൊ ഇതിലേക്ക് ഒരു എച്ച് ചേർത്ത് കഴിഞ്ഞാൽ, ഇവിടെ ആൾറെഡി ഒരു എച്ച് ഉണ്ട്, ഒരു എച്ച് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താവും? H2SO4 ആകും. ഡൗട്ട് ഒന്നുമില്ലല്ലോ. എച്ച് ഉണ്ട്, ഒരു എച്ച് കൂടെ വന്നു കഴിഞ്ഞാൽ H2SO4 ആകും. ഇനി ചാർജ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നമ്പർ സിസ്റ്റം ഓർക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ മൈനസ് അല്ലേ കിടക്കണേ? മൈനസ് എന്ന് വെച്ചാൽ -1 അല്ലേ? -1 ഞാൻ നിൽക്കുന്നത്. ഓക്കെ, എന്നോട് എഴുതാൻ പറഞ്ഞ ഏതാണ്? കോൺജുഗേറ്റ് ആസിഡ് ആണ് എഴുതാൻ പറഞ്ഞത്. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ ഞാൻ എങ്ങോട്ടാ വരയിട്ടേക്കണേ? മുകളിലോട്ടല്ലേ? അതായത് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറണം. ഇപ്പൊ നിൽക്കുന്ന ചാർജ് എവിടെയാണോ അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറുമ്പോൾ ഇപ്പോഴത്തെ ചാർജ് ആവും. നിങ്ങൾ ആഡ് ചെയ്തൊന്നും കണ്ടുപിടിക്കേണ്ട ബുദ്ധിമുട്ട് വേണ്ട, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സംശയമൊന്നും വരാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ -1 നിൽക്കുന്നേ. അപ്പൊ നിങ്ങളുടെ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് വരണം. അപ്പൊ എത്രയുടെ? 0 ആയി. അപ്പൊ ഇവിടുത്തെ ചാർജ് എത്രയാണ്? 0 ആണ്. 0 ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഇനി ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറയാണ്. കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറയുമ്പോൾ റിമൂവ് എച്ച് പ്ലസ് എന്നാണ്. ഈ തന്നിരിക്കുന്ന വസ്തുവിൽ നിന്ന് ഒരു എച്ച് കളഞ്ഞേ. ആകെ ഒരു എച്ചേ ഉള്ളൂ, അതങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി SO4 അല്ലേ? SO4. ചാർജ് ചെയ്യണം, ചാർജ് കണ്ടുപിടിക്കണം. മൈനസ് ആണ്. മൈനസ് ഒരു മൈനസേ ഉള്ളൂ, ഒരു -1 ആണ് അല്ലേ? കോൺജുഗേറ്റ് ബേസ് എഴുതാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോൺജുഗേറ്റ് ബേസിന് താഴോട്ടല്ലേ ആരോ ഇട്ടേക്കണം, അതായത് ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങുക. എത്രയാണ്? -2. അപ്പൊ ഇവിടുത്തെ ചാർജ് 2-. ക്ലിയർ അല്ലേ? ഇനി HPO4 2-. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? എച്ച് പ്ലസ് ആഡ് ചെയ്യും. ഇതിലേക്ക് ഒരു എച്ച് ചേർത്ത് കഴിഞ്ഞാൽ H2PO4 എന്നാവും. -2 നിൽക്കുന്നേ. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ സ്റ്റെപ്പ് മുകളിലോട്ട് കയറണം അല്ലെ? -1 അല്ലെങ്കിൽ മൈനസ് എന്ന് മാത്രം ഇട്ടാലും മതി. ഇനി കോൺജുഗേറ്റ് ബേസ് ആണ് എഴുതാൻ പറയുന്നെങ്കിലോ, ഇതിൽ നിന്ന് എന്ത് കളയുക? ഒരു എച്ച് കളയുക. എച്ച് കളഞ്ഞാൽ PO4 ആകും. 2- എന്നതിന് പകരം കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങുക, 3- എന്ന് എഴുതണം. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അടുത്ത H2O. ഇതിലേക്കാണ് എച്ച് പ്ലസ് ചേർക്കണമെങ്കിലോ H3O ആയി. ഇവിടുത്തെ ചാർജ് ഇല്ല, ഇവിടെ ചാർജ് 0-ലാണ് നിൽക്കുന്നത്. 0-ലല്ലേ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ ചാർജ് ഒന്നും ഇല്ലെങ്കിൽ 0 ഉണ്ടെന്നാണ്. അപ്പൊ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് വരണം. 1. സോ ഒരു പ്ലസ്. 1 എന്ന് പറഞ്ഞാൽ +1 എന്നാണ്. 1 നമ്മൾ ഇടാറില്ല, ചിഹ്നം മാത്രം ഇട്ടാൽ മതി. ഇനി കോൺജുഗേറ്റ് ബേസ് H2O കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞാൽ H2O എന്ന് റിമൂവ് എച്ച് പ്ലസ്. ഇതിൽ നിന്ന് ഒരു എച്ച് പ്ലസ് കളഞ്ഞേ. വാട്ടർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത് H+ OH- ചേർന്നല്ലേ? ഇതിൽ നിന്ന് ഒരു H+ അങ്ങ് പോയാൽ ബാക്കി ആരുണ്ട്? OH-. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ, OH-. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൂൾ ഉപയോഗിച്ച് എഴുതാം. റൂളൊന്നും അല്ല കേട്ടോ, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. NH3 കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറയണേ എന്ത് ചെയ്യും? NH3ലേക്ക് ആഡ് H+. H+ ആഡ് ചെയ്യുക. H+ ചേർത്താൽ എന്താവും? NH4 ആകും. 0 അല്ലേ ഇവിടുത്തെ ചാർജ്? 0 ആണ് ചാർജ്. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ സ്റ്റെപ്പ് മുകളിലോട്ട് കയറും, പ്ലസ്. ഇനി കോൺജുഗേറ്റ് ബേസ് ആണ് എഴുതാൻ പറയണെങ്കിലോ, കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് H+ അല്ലേ? അപ്പോ NH3 ന്ന് ഒരു H പോയി കഴിഞ്ഞാൽ എത്രയുണ്ട്? NH3 ന്ന് ഒരു H പോയി കഴിഞ്ഞാൽ എന്തുണ്ട്? NH2 ഉണ്ട്. ഇവിടുത്തെ ചാർജ് 0 ആയിരുന്നു. കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പോകുമ്പോൾ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം, മൈനസ്. സോ -1 അല്ലെങ്കിൽ NH2-. ഇങ്ങനെയാണ് നിങ്ങൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എഴുതുന്നത്. ഈ ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ആ സ്ട്രെങ്ത്, ആസിഡിന്റെയും ബേസിന്റെ ഒക്കെ സ്ട്രെങ്തുകളൊക്കെ പറഞ്ഞു തന്നു. ആംഫോട്രിക് സബ്സ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു തന്നു. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്താണെന്നൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഇതിനും അറീനിയസിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഇതിനും ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് അസിഡിക് സ്വഭാവം കാണിക്കുന്നതാണ്. അത് എന്തുകൊണ്ട് അസിഡിക് ആയി എന്ന് പറയാൻ ഈ കൺസെപ്റ്റിന് കഴിഞ്ഞിട്ടില്ല. ഇനി സോഡിയം ഓക്സൈഡ് ബേസിക് ആണ്, എന്തുകൊണ്ട് ബേസിക് ആയി എന്ന് ഈ കൺസെപ്റ്റിന് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ കുറെ ലിമിറ്റേഷൻസ് ഈ ഒരു കൺസെപ്റ്റിനും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. സ്വാഭാവികമായിട്ട് അടുത്തൊരു കൺസെപ്റ്റ് വരും. ഈ കൺസെപ്റ്റ് ഫെയിലിയർ ആയപ്പോൾ അടുത്തൊരു കൺസെപ്റ്റ് വന്നു. ആ കൺസെപ്റ്റിന്റെ പേരാണ് ലോറി ബ്രോൺസ്റ്റഡ്. ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ഇപ്പോൾ പറഞ്ഞ് അടുത്തൊരു കൺസെപ്റ്റ് വരും. ആ കൺസെപ്റ്റിന്റെ പേരാണ് ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്.
ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ലൂയിസ് കൺസെപ്റ്റ്. ലൂയിസ് കൺസെപ്റ്റ് പറയുന്നത് എങ്ങനെയാണ്? ലൂയിസ് ആസിഡുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള മോളിക്യൂളുകളാണ്. അതായത് ഏതെങ്കിലും ഒരു വസ്തു അസിഡിക് സ്വഭാവം കാണിക്കുന്നെങ്കിൽ അത് എന്തായിരിക്കും? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ ലൂയിസ് ബേസുകൾ എന്ന് വെച്ചാൽ എന്താണ്? ലൂയിസ് ബേസുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡോണേഴ്സിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ലൂയിസ് ബേസുകൾ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺ ഡോണേഴ്സ് ആർ കാൾഡ് ലൂയിസ് ബേസസ്. അവ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. അപ്പൊ ഇലക്ട്രോൺ ഇഷ്ടം പോലെയുള്ള ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ലൂയിസ് ബേസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? റിയാക്ഷൻ പങ്കെടുക്കുക വാങ്ങിക്കും. ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലൂയിസ് ആസിഡ്. Lewis acids are those molecules which are electron deficient in nature and accept electron when take part in chemical reaction. Lewis bases are those substances which donate electron when take part in chemical reaction and are electron rich in nature. ഇനി ലൂയിസ് ആസിഡുകളുടെ എക്സാമ്പിളുകൾ നിങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം എക്സാമ്പിൾസ്, നമുക്ക് ഓരോന്നിന്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ലൂയിസ് ആസിഡ്സ് ആർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾസ് ആൻഡ് ദേ ആർ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ഇൻ നേച്ചർ. ഇലക്ട്രോൺ ഇല്ലാത്ത മോളിക്യൂളുകളാണ്. ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? വാങ്ങിക്കും. അതുകൊണ്ടാണ് അവരെ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ലൂയിസ് ബേസുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ്. ഇലക്ട്രോൺ ഡോണേഴ്സ് ആയതുകൊണ്ട് തന്നെ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അവർ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും. ഇലക്ട്രോൺ ഇഷ്ടം പോലെ കാണും. അവർ ആർക്കെങ്കിലും എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ കൊടുക്കും. എപ്പോഴും ഒരു ലൂയിസ് ബേസ് ഒരു ലൂയിസ് ആസിഡുമായിട്ടാണ് എപ്പോഴും റിയാക്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും. ലൂയിസ് ബേസിന് ഇലക്ട്രോൺ ഇഷ്ടം പോലെ ഉണ്ട്, ലൂയിസ് ആസിഡിന് ഇലക്ട്രോൺ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ലൂയിസ് ബേസ് അതിന്റെ ഇലക്ട്രോണുകളെ ആരിലേക്ക് കൊടുക്കൂടെ? ലൂയിസ് ആസിഡിലേക്ക് കൊടുക്കും. എന്നിട്ട് അവർ തമ്മിൽ ചേർന്ന് നിൽക്കും. അത്തരം റിയാക്ഷൻ. അപ്പൊ ഒരു ലൂയിസ് ബേസ് ഒരു ലൂയിസ് ആസിഡുമായി കാണുന്ന സമയത്ത് ലൂയിസ് ബേസ് അതിന്റെ ഇലക്ട്രോണുകളെ ലൂയിസ് ആസിഡിലേക്ക് കൊടുക്കുന്നു. സോ നമുക്ക് പറയാം ലൂയിസ് ബേസും ലൂയിസ് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡോണർ അക്സെപ്റ്റർ റിയാക്ഷൻസ് ആണ് എന്ന് പറയാം. ഒരാൾ ഇലക്ട്രോൺ കൊടുക്കുന്നു, മറ്റേ ഇലക്ട്രോൺ വാങ്ങിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ലൂയിസ് ബേസ് ലൂയിസ് ആസിഡ് തമ്മിലുള്ള റിയാക്ഷൻസ് എല്ലാം ഇലക്ട്രോൺ ഡോണർ അക്സെപ്റ്റർ റിയാക്ഷനുകളാണ്. ഓക്കെയാണ്. ഇനി ലൂയിസ് ബേസുകളുടെയും ലൂയിസ് ആസിഡുകളുടെയും എക്സാമ്പിൾസ് പഠിക്കണം. ലൂയിസ് ബേസുകളുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇഷ്ടം പോലെയുള്ള ആൾക്കാരാണ്. ഇലക്ട്രോൺ ഇഷ്ടം പോലെയുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ വരും. OH, ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലേ? റിയാക്ഷനിൽ പങ്കെടുക്കാതിരിക്കുന്ന ഇലക്ട്രോണിനാണ് ലോൺ പെയർ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ റിച്ച് ആണ്. ആൽക്കഹോൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആൽക്കഹോൾ. SH, തയോൾ, ഇത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി അമോണിയയുടെ സ്ട്രക്ചർ വരയ്ക്കുന്നത് എങ്ങനെയാ? N സിംഗിൾ ബോണ്ട് H സിംഗിൾ ബോണ്ട് H ലോൺ പെയർ. ഇതാണ്ട് ഇവിടെ ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട്. അമോണിയ. വാട്ടറിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരയ്ക്കണേ? OH H ലോൺ പെയർ. വാട്ടറിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള അല്ലെങ്കിൽ മൈനസ് ചാർജ് ഉള്ള ആൾക്കാർ വരാം. CN-, Cl-, OH-, ഒന്നും ഇലക്ട്രോൺ ഉണ്ടെന്നാണല്ലോ. OF-, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം വരാം. NH2 എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരാം. അതിൽ എന്തുണ്ട്? ലോൺ പെയർസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂളുകളെ എല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാടെ? ലൂയിസ് ബേസുകൾ എന്ന് വിളിക്കാം. ഇനി എക്സ്പാൻഡഡ് ഒക്ടറ്റ് ഉള്ള മോളിക്യൂളുകളെ നമുക്ക് ലൂയിസ് ബേസുകൾ എന്ന് വിളിക്കാം. എക്സ്പാൻഡഡ് ഒക്ടറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇഷ്ടംപോലെ ഇലക്ട്രോണുകളുണ്ട്. ഇഷ്ടംപോലെ ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് വെച്ചാൽ 8ൽ കൂടുതൽ ഇലക്ട്രോണുകളുള്ള മോളിക്യൂൾ. ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോണുകളാണ്. 8 ഇലക്ട്രോണുകൾ അവസാനത്തെ ഷെല്ലിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? സ്റ്റേബിൾ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സ്പാൻഡഡ് ഒക്ടറ്റ് ഉള്ള മോളിക്യൂളുകൾ എക്സാമ്പിൾ PCl5, SF6, IF7, H2SO4 ഇങ്ങനെയുള്ള മോളിക്യൂളുകൾക്കെല്ലാം എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആവുള്ളത്. അവയ്ക്കും ഇലക്ട്രോണുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരും നമുക്ക് എന്തിന്റെ കാറ്റഗറിയിൽ പെടുത്താം? ലൂയിസ് ബേസുകളുടെ കാറ്റഗറിയിൽ പെടുത്താം. ഇനി ലൂയിസ് ആസിഡ്സിന്റെ കാറ്റഗറിയിൽ വരുമ്പോൾ ലൂയിസ് ആസിഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ടത് പോസിറ്റീവ് ചാർജ് ഉള്ള എല്ലാ ആൾക്കാരും വരും. അതായത് Na+, K+, Ca2+, NH4+, അല്ലെ, Mg2+, ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ള എല്ലാ ആൾക്കാരിൽ ലൂയിസ് ആസിഡുകളാണ്, ലൂയിസ് ആസിഡ്സ് ആണ്. ഇനി പോസിറ്റീവ് ചാർജ് ഉള്ള എല്ലാം ലൂയിസ് ആസിഡ്സ് ആണ്. അതേപോലെ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഉള്ള ആൾക്കാർ, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഉള്ളത്
BeCl2 അതിന്റെ ഒക്ടറ്റ് പൂർത്തീകരിച്ചിട്ടില്ല. BCl3, BF3 ഇങ്ങനെയുള്ള മോളിക്യൂളുകളും ഡൈബൊറൈൻ B2H6 അതിനെ വിളിക്കുന്ന പേരാണ് എന്താന്ന് പറയുന്നത് ഡൈബൊറൈൻ. ഇതെല്ലാം എന്താണ് ലൂയിസ് ആസിഡുകളാണ്. അപ്പൊ ലൂയിസ് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള എല്ലാം വരും. അതേപോലെ ഇലക്ട്രോണുകൾ ഇല്ലാത്ത ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആയിട്ടുള്ള മോളിക്യൂളുകളെല്ലാം ഏതിന് എക്സാമ്പിൾസ് ആയിട്ടാണ് വരുന്നത് ലൂയിസ് ആസിഡുകൾക്ക് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറിയാണ് എന്ന് പറയുന്നത് ലൂയിസ് ബേസ് ആസിഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ലൂയിസ് ബേസ് ആസിഡ് കൺസെപ്റ്റുകൾ നമ്മൾ ഇലക്ട്രോൺ ഡോണർ അക്സെപ്റ്റർ റിയാക്ഷൻസ് ലൂയിസ് ബേസും ഒരു ലൂയിസ് ആസിഡൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ലൂയിസ് ബേസ് ഇലക്ട്രോണുകളെ കൊടുക്കുകയും ലൂയിസ് ആസിഡ് ഇലക്ട്രോണെ വാങ്ങിക്കുകയും ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതായത് ലൂയിസ് ബേസ് ആസിഡ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ഇലക്ട്രോൺ ഡോണർ അക്സെപ്റ്റർ റിയാക്ഷൻസ് ആണെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾസ് നമുക്ക് പരിശോധിക്കാം. ഇപ്പൊ അമോണിയ എന്ന് പറയുന്ന മോളിക്യൂളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അത് ഒരു BF3 എന്ന് പറയുന്ന മോളിക്യൂളിനെ കാണുകയാണ്. BF3 ബി സിംഗിൾ ബോണ്ട് എഫ് ബോറോൺ ട്രൈ ഫ്ലോറൈഡ് എന്ന് പറയും. അപ്പൊ അമോണിയയുടെ ചുറ്റും നോക്കിയാൽ അമോണിയയിലെ നൈട്രജന്റെ ചുറ്റും ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ അങ്ങനെ ആകെ 8 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ അമോണിയയിലെ നൈട്രജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. പക്ഷെ ബോറോണിലെ BF3 ബോറോണിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ? ഇതിന് ചുറ്റും 2, 4, 6 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. 8 പൂർത്തിയായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ NS3യും BF3യുടെ പരസ്പരം കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഈ ബോറോണിന് ഒരു 2 ഇലക്ട്രോണിന്റെ കുറവുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നൈട്രജൻ അതിന്റെ ഇലക്ട്രോണുകളെ കുറച്ച് ബോറോണിന്റെ അടുത്തോട്ട് നീക്കി വെച്ചു കൊടുക്കും. പൂർണ്ണമായിട്ട് കൊടുക്കത്തില്ല. നൈട്രജൻ അതിന്റെ ഇലക്ട്രോണുകളെ ബോറോണിന്റെ അടുത്തേക്ക് നീക്കി വെച്ചു കൊടുക്കും. അതായത് നൈട്രജൻ ബോണ്ട് H B F അതിന്റെ ഇലക്ട്രോണുകളെ ബോറോണിന്റെ അടുത്തേക്ക് നീട്ടി വെച്ചു കൊടുക്കുന്നു. ഈ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് കോഓർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് കൊടുക്കത്തില്ല, ഇലക്ട്രോൺ പൂർണ്ണമായിട്ട് കൊടുക്കത്തില്ല, പക്ഷെ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഈ ഒരു നൈട്രജൻ ആറ്റം മാത്രം ഇലക്ട്രോണിനെ വേറൊരു ആറ്റവുമായിട്ട് ഒരു ആറ്റം മാത്രം ഇലക്ട്രോണിനെ വേറൊരു ആറ്റവുമായിട്ട് ഷെയർ ചെയ്യും. അതിനാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ അമോണിയല്ലേ ഇലക്ട്രോൺ ബോറോണിന് കൊടുക്കുന്നത്, അമോണിയയിലെ നൈട്രജൻ അല്ലേ കൊടുക്കുന്നത്. സോ അമോണിയ എന്ന് പറയുന്നത് ലൂയിസ് ബേസ് ആണ്. BF3 ബോറോൺ ഇലക്ട്രോൺ വാങ്ങിക്കല്ലേ. സോ BF3 എന്ന് പറയുന്നത് ലൂയിസ് ആസിഡ് ആണ്. ക്ലിയർ അല്ലേ? ഇനി NS3 മറ്റൊരു എക്സാമ്പിൾ. ഇത് എക്സാമ്പിൾ 1. ഇത് അടുത്തത് എക്സാമ്പിൾ 2. NS3 എന്ന് പറയുന്ന മോളിക്യൂള് ഒരു H+ കാണുകയാണെന്ന് വെച്ചു, ആസിഡിനെ കാണുന്നു. H+ എന്ന് വെച്ചാൽ Hൽ ആകെ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. H+ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോലും ഇല്ല എന്നാണ്. Hന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പോഴല്ലേ H+ ആവുന്നത്. സോ H+ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇല്ലാത്ത ഒരാളാണ്, ലൂയിസ് ആസിഡ് ആണ്. അമോണിയയുടെ കാര്യം നമുക്കറിയാം, എന്താ അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട്. സോ അതെന്താണ്? ലൂയിസ് ബേസ് ആണ്. അപ്പൊ ഇവർ തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നൈട്രജൻ അതിന്റെ ഇലക്ട്രോണുകളെ ഒട്ടും ഇലക്ട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജനിലേക്ക് എന്ത് ചെയ്യും? കോർഡിനേറ്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുത്തും. ഈ നൈട്രജന്റെ ഇലക്ട്രോണുകളെ ഹൈഡ്രജനിലേക്ക് ഡൊണേറ്റ് ചെയ്യും, ഷെയർ ചെയ്യും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. NH നൈട്രജൻ അതിന്റെ ഇലക്ട്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനിലേക്ക് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നു. സോ ഈ ഒരു മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് NH4+. നോക്കിയേ, ഇതിന് നമുക്ക് പരിചിതമുണ്ട് അല്ലേ? എന്താണ് പരിചയമുള്ള സാധനം? എന്താണ്? അമോണിയം അയോൺ. NH4+ അമോണിയം അയോണാണ്. ഈ അമോണിയം അയോൺ ഉണ്ടാവണമെങ്കിൽ NS3 എന്ന് പറയുന്ന ഇലക്ട്രോണിനെ ആർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ? H+ന് കോർഡിനേറ്റ് ബോണ്ട് വഴി കൊടുത്തേ പറ്റത്തുള്ളൂ. അതായത് ഇവിടെയും ലൂയിസ് ബേസ് ആസിഡ് റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. എന്തിനേറെ പറയുന്നു, നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു മോളിക്യൂൾ പറയാം. OH- ഹൈഡ്രോക്സിൽ അയൺ മൈനസ് ചാർജ് ഇല്ലേ? മൈനസ് ചാർജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ റിച്ച് ആണ് നമുക്കറിയാം. ദാറ്റ് വിൽ ബി എ ലൂയിസ് ബേസ്. ഇത് H+നെ കാണുന്നു. H+ലെ ഇലക്ട്രോൺ ഇല്ലാത്ത ഒരാളാണ്, ഇലക്ട്രോൺ ഒട്ടും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലൂയിസ് ആസിഡ് എന്ന് വിളിക്കാം. ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും OH- അതിന്റെ ഇലക്ട്രോണുകളെ H+ലേക്ക് കൊടുക്കുകയും ഇവർ തമ്മിൽ ചേരുകയും എന്തായി മാറുകയും ചെയ്യും? OH-ഉം H ചേർന്നാൽ എന്താവും? H2O ആവും. അപ്പൊ H2O ആകുന്ന ആ സമയത്ത് പോലും അവിടെ എന്ത് നടക്കുന്നുണ്ട്? H2 ഉണ്ടാവുന്നു. OH- H+ കൂടെ പരസ്പരം ചേർന്നാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ കഴിയും എന്താണ് അവിടെയും നടക്കുന്നത്? ഇലക്ട്രോൺ ഡോണർ അക്സെപ്റ്റർ റിയാക്ഷൻസ് ആണെന്ന് പറയാം. ഇങ്ങനെ ഒരുപാട് റിയാക്ഷനുകളെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആസിഡ് ബേസുകളെ പറ്റി പല ശാസ്ത്രജ്ഞർ പറഞ്ഞ പല പല കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു സെഷനുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.